മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണ പലഹാരം ഉണ്ടാക്കുന്നിടത്ത് വന്ന് നിൽക്കുന്നത് കണ്ട് ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകാൻ നോക്കടി. നിനക്ക് എന്തായാലും ഈ പലഹാരം ഞാൻ തരാൻ പോകുന്നില്ല. നിന്നെപ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ വയറ്റിട്ടുകൊണ്ട് എൻ്റെ മോൾ നടക്കുന്നുണ്ട്, അവൾക്കുള്ളതാണിത്. ഇവിടെ നിന്നും വെള്ളമിറക്കാതെ കയറിപ്പോടി അകത്തെന്ന് പറഞ്ഞുകൊണ്ട് ആട്ടി വിടുകയാണ് ചെയ്യുന്നത്. കരുണയ്ക്കാണെങ്കിൽ അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അവളാണെങ്കിൽ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പോകുന്നു. അതിനിടയിൽ ദുർഗയാണെങ്കിൽ പിറുപിറുക്കുന്നുണ്ട്, പലഹാരക്കൊതിയായിട്ട് വന്നിരിക്കുക. അവൾക്ക് ഇതൊന്നും ഒന്നും കൊടുത്തു പോവില്ല. എൻ്റെ കൈ കൊണ്ട് അവളൊന്നും തിന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കരുണയ്ക്ക് അതൊട്ടും സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അവൾക്കാണെങ്കിൽ ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ല വീട്ടിൽ. പിന്നീട് ദുർഗ പലഹാര പൊതികളൊക്കെ ആയിട്ട് മഞ്ജുവിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. കോളിംഗ് ബെൽ അടിക്കുന്നു. മഞ്ജു വന്ന് വാതിൽ തുറക്കുകയാണ്. നിങ്ങളെന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത്? മോളെ ഇതാ മോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ വന്നിരിക്കുക. സാഗർ അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കി തരാനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? വീണ്ടും എൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി വന്നിരിക്കുകയാണോ? അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. ദേ നോക്ക്, ഇതിൽ ആവശ്യമില്ലാത്തതായിട്ടൊന്നും ചേർത്തിട്ടില്ല. അമ്മ സത്യമാണ് ഈ പറയുന്നത്. മോളിത് കഴിക്കണം. മോൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ട് മോളെ. ദേ ഇതുപോലെയുള്ള സാധനങ്ങളായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. മാത്രമല്ല നിങ്ങൾ പോലും ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് സാഗർ പറയുമ്പോൾ, അയ്യോ അങ്ങനെ പറയല്ലേ സാഗറെ. എൻ്റെ മോള് പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടേ? ഓ, ഇതിനു മുന്നേയും ആയിരുന്നു. അപ്പം നിങ്ങൾ എന്താ ചെയ്തത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് പറയുമ്പോൾ, അതെ എനിക്ക് എന്തായാലും നിങ്ങളുടെ പലഹാരങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ അവിടെ നിന്നും പോവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ദുർഗ പോകുന്ന ലക്ഷണം കാണാതെ ആകുമ്പോൾ മഞ്ജു പലഹാരങ്ങളൊക്കെ വാങ്ങുകയാണ്. ദുർഗയ്ക്കാണെങ്കിൽ സന്തോഷമാവുന്നുണ്ട്. പക്ഷെ അവൾ ദുർഗയെ ഞെട്ടിച്ചുകൊണ്ട് പലഹാര പൊതികളൊക്കെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദുർഗ സങ്കടത്തോട് കൂടിയിട്ട് അതൊക്കെ പോയിട്ട് എടുത്ത് പറയുകയാണ്. കരുണ പോലും ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തില്ല. മഞ്ജുവിന് കൊടുത്തതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ കഴിച്ചോളായിട്ടാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഓ എന്തിനാ എനിക്ക് കൊടുത്തതിൻ്റെ ബാക്കി മുഴുവനായിട്ട് മരുമൾക്ക് കൊണ്ട് കൊടുത്തേക്ക്. നിങ്ങൾക്ക് നാണമുണ്ടോ? രണ്ട് തോണിയിൽ കാലിടാനായിട്ട് കണ്ണേട്ടൻ്റെ കൂടെ സിമ്പതി പിടിച്ചുപറ്റാനായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുക. പിന്നെ മകനോട് മരുമോളെ പോയി വിളിച്ചിട്ട് വരാൻ പറയുക. ഇല്ല മോളെ, അങ്ങനെയല്ല, ഉണ്ണിയുടെ തീരുമാനം അത്. ഉണ്ണിയുടെ തീരുമാനം. അങ്ങനെ ഉണ്ണിയേട്ടൻ എന്തായാലും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ വഴിയില്ല. അമ്മ പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഈ പലഹാരപ്പൊതികൾ എന്തായാലും കളയാൻ നിൽക്കേണ്ട. ഒരു കാര്യം ചെയ്യ്, നേരെ ആങ്ങളയുടെ വീട്ടിലോട്ട് വിട്ടോ. അവിടെ കാട്ടാളൻ കിടപ്പുണ്ടല്ലോ ആകാശത്ത് നോക്കി, അവന് കൊണ്ട് കൊടുത്തേക്ക്. എന്നിട്ട് അവൻ്റെ അടുത്തിരുന്ന് പൊട്ടി കരഞ്ഞേക്ക് എന്നൊക്കെ പറയുമ്പോൾ ദുർഗയാണെങ്കിൽ അതൊക്കെ കേട്ട് അതെല്ലാം താൻ അർഹിക്കുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയണം. സാഗർ പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കണ്ട. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇതുപോലുള്ള ഓരോ സാധനങ്ങൾ കൊണ്ടു തരുന്നത്. തന്നാലും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഇത് കൊടുക്കില്ല. എൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും വിട്ടയക്കണം. ഈ സമയം ദുർഗ പറയുന്നുണ്ട്, എൻ്റെ ആങ്ങളെ പറഞ്ഞതെല്ലാം ഞാൻ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നു. ആ അമ്മയല്ല ഇപ്പം അത്. ഞാൻ ഒരുപാട് മാറി മോളെ. ഇനിയും ഞാൻ മാറിയില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ല എന്ന് പറയുമ്പോൾ, അത് ഞങ്ങൾക്ക് വിശ്വാസമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ അവിടെ നിന്നും പോവാനായിട്ട് പറയുന്നു. ദുർഗ കരഞ്ഞുകൊണ്ട് പലഹാരപ്പൊതികളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ സാഗർ പറയുകയാണ്, ഇവരെ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് പോലും കാണരുതെന്ന് ആഗ്രഹിക്കാറുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇവർ നമ്മളായിട്ട് അടുപ്പുണ്ടാക്കിയാലേ നമ്മുടെ കുഞ്ഞിന് തന്നെയാണ് ആപത്ത്. നിനക്കറിയാലോ മഞ്ജു, ആ കരുണ മഹാലക്ഷ്മിയുടെ അനിയത്തി ആയതുകൊണ്ട് മാത്രമാണ് ഒരിളവ് കൊടുത്തത്, കുഞ്ഞിനെയും മഹാലക്ഷ്മിയെയും കൊല്ലാൻ നോക്കിയിട്ട്. അതുപോലെ ഇവരെന്തെങ്കിലും ചെയ്താൽ അമ്മ എന്നുള്ള ഇളവ് നമ്മൾ കൊടുക്കേണ്ടി വരും. എന്തുണ്ടെങ്കിലും അവർ തരുന്ന ഭക്ഷണങ്ങളൊന്നും വാങ്ങി കഴിച്ചേക്കരുത്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചോടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് ദുർഗ നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്. ഈ സമയം മഞ്ജു കാര്യങ്ങളൊക്കെ വിളിച്ച് മഹിയെയും ലേഖയെയും അറിയിക്കുകയാണ്. അവരാണെങ്കിൽ ദുർഗയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. അങ്ങനെ ഇതാ ഇവിടേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ആരാണെന്ന് മഹി ചോദിക്കുമ്പോൾ, നിന്റെ അമ്മായിയമ്മ അകത്തേക്ക് വരാനായിട്ട് പറയുമെന്ന് മഹി പറയുന്നു. മോളെ, ഞാൻ കുറച്ച് കുഞ്ഞുടുപ്പായിട്ട് വന്നിരിക്കുക. കുഞ്ഞുടുപ്പും വേണ്ട വലിയുടുപ്പും വേണ്ട, എല്ലാം കൊണ്ട് ഇവിടെ നിന്ന് പോയിക്കേ. അയ്യോ അങ്ങനെ പറയല്ലേ മോളെ, കുഞ്ഞിനെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു വന്നതാ. ഈ ഉടുപ്പ് മോൾക്ക് ഇട്ട് കൊടുക്കണം. അയ്യേ, ഈ ഉടുപ്പ് ഇട്ട് കൊടുത്താലേ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കും. അവിടെ നിന്നും മോളെ ആട്ടി വിട്ടു അല്ലേ പലഹാരങ്ങളായിട്ട് ചെന്നപ്പോൾ. മോളുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പോയിട്ട് നേരെ ഇങ്ങോട്ടാണോ വന്നിരിക്കുന്നത്? പ്രസവിച്ച കുഞ്ഞിനെ കൊല്ലാനായിട്ട്? ദേ അതൊന്നും നടക്കില്ല. മര്യാദയ്ക്ക് ഇതും കൊണ്ട് പോകാൻ നോക്ക്. അയ്യോ മോളെ, അങ്ങനെയൊന്നുമില്ല. ഇതിലൊന്നും ചേർത്തിട്ടില്ല. ദേ നോക്ക്, ആ പലഹാരപ്പൊതികളൊക്കെ ഞാൻ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. പക്ഷേ ഈ ഉടുപ്പ് വാങ്ങാതിരിക്കരുതെന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, നിങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അറിയാൽ അത്രയ്ക്കും ക്രൂരതകളാണ് നിങ്ങളൊക്കെ ചെയ്തു കൂട്ടിയതെന്ന് പറയുമ്പോൾ, മോളെന്നെ വിശ്വസിക്കണം. അയ്യപ്പ വിഗ്രഹത്തിന് ഒരുപാട് ശക്തിയുണ്ടെന്ന് അമ്മ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ രണ്ടു നേരവും അതിന് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് കരയുകയാണ്. ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത മനോവിഷമം തോന്നുന്നു. എന്താ പറയുക, അത്രയ്ക്കും സങ്കടമുണ്ട്. എങ്ങനെ മാപ്പ് ചോദിക്കണമെന്ന് പോലും അറിയുന്നില്ല. ഇനി അമ്മയെ സംശയിക്കരുത്.
സത്യത്തിൽ എൻ്റെ വിശ്വാട്ടിൻ്റെ മരണവിവരം അറിഞ്ഞതിന് ശേഷം അതിൻ്റെ കൊലയാളികളെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ഇനിയും ഞാൻ പഴയ ദുർഗയിലേക്ക് പോയാൽ ശരിയാകില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, ആ ഇങ്ങനെയൊക്കെ അഭിനയിക്കും, പെട്ടെന്നായിരിക്കും ദുർഗയുടെ പഴയ സ്വഭാവം കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറ്റപ്പെടുത്തുകയാണ്. അല്ല, മരുമോളെ കൂട്ടിയിട്ട് വന്നല്ലോ, സ്വന്തം ഭർത്താവിനോട് ഒരു തരി സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുമായിരുന്നു. കൊലയാളിയുടെ മോളല്ലേ അവളെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാനല്ല, ഉണ്ണിയാണ് കൂട്ടിയിട്ട് വന്നത്. ആ ഉണ്ണിയുടെ സ്വഭാവം പിന്നെ പറയണ്ടല്ലോ, അവൻ്റെ അമ്മാവൻ്റെയും മേഘനാഥൻ്റെയൊക്കെ ആണല്ലോ. സത്യം പറഞ്ഞാൽ കണ്ണേട്ടൻ്റെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിക്കുന്നതിന് പകരമായിട്ടേ കണ്ണേട്ടൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഒരു പട്ടിയെ വാങ്ങി വിടുന്നതായിരുന്നു. അതാകുമ്പോൾ കുറച്ച് നന്ദിയും കൂറെങ്കിലും ഉണ്ടാവും. ഇതിപ്പോൾ രണ്ടാമത് ആ വാമദേവൻ്റെ പെങ്ങളെ തന്നെ വിവാഹം കഴിച്ച് അതിന് 2 കുഞ്ഞുങ്ങളുമായി. മഞ്ജു ആണെങ്കിൽ ഇപ്പോൾ നേരായ വഴി തിരഞ്ഞെടുത്ത് നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ മാറാൻ പോകുന്നില്ല. പിന്നെ നിങ്ങളുടെ കാര്യം എല്ലാം കൊണ്ടും നല്ല അഭിനയം കാഴ്ചവെക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ദേ നോക്ക് മഹി, ഒരിക്കലും ഇവരുടെ അഭിനയത്തിന് മുന്നിൽ വീഴരുതെന്നൊക്കെ പറയുമ്പോൾ ലേഖയെ ഒന്ന് മിണ്ടാതിരിക്കേ, ദാ ഇതൊക്കെയാണ് നിന്റെ പ്രശ്നം. നീയും കണ്ണേട്ടനും ആരെങ്കിലും കരഞ്ഞു കാണിച്ചാൽ അപ്പം അവിടെ വീഴും, അതിൽ പിടിച്ച് കയറും. അവസാനമായിരിക്കും ഇവരെല്ലാവരും ചേർന്ന് പണി തരിക. ഇനിയിപ്പോൾ നിന്നെയും കുഞ്ഞിനെയും ആ വീട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അടവായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ അമ്മ ഉടുപ്പ് വെച്ചിട്ട് പോയിക്കോ എന്നിങ്ങനെ മഹി പറയുകയാണ്. ശരി മോളെ. പെട്ടെന്ന് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ദുർഗ പോവാൻ നിൽക്കുമ്പോൾ കുഞ്ഞിൻ്റെ അടുത്തേക്കൊന്നും പോണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും ലേഖ ആട്ടിവിടുകയാണ്. ദുർഗ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ലേഖയോട് മഹി ചോദിക്കുകയാണ്, എന്തിനാ ലേഖ അങ്ങനെയൊക്കെ പറയാൻ പോയേ? അതൊന്നും ശരിയാവില്ല. ഇല്ലെന്നേ, അവരുടെ ഈ മാറ്റത്തിൽ ആത്മാർത്ഥതയുണ്ടെന്നൊക്കെ മഹി പറയുന്ന സമയത്ത്, ദേ ഒട്ടും വിശ്വസിക്കരുത്. അങ്ങനെ മാറുകയാണെങ്കിൽ അവർക്ക് നല്ലത്. എന്തായാലും ഒരു അകലിട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും മഹി എന്നൊക്കെ പറഞ്ഞ് ലേഖയാണെങ്കിൽ മഹാലക്ഷ്മിയെ തിരുത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് മുത്തശ്ശി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാലക്ഷ്മിക്കും കണ്ണനും കുഞ്ഞിനൊക്കെ തന്നെ നല്ലത് കൊടുക്കരുത്, അല്ലെങ്കിൽ മോശം സംഭവിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടേക്ക് കരുണ വരികയാണ്. ആ മൂദേവി കയറിയിരിക്കുന്നതേ മറ്റാരുടെ ദേഹത്തല്ല, എൻ്റെ ദേഹത്താ. എന്നെ ആർക്കും അവിടെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്താ മോളെ, എന്ത് പറ്റി? പിന്നെയും വഴക്കിട്ട് വന്നിരിക്കുകയാണോ? മുത്തശ്ശി പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ മോളെയാണല്ലോ കണ്ടത്. മോള് വന്നേ. ആ എന്താ, എന്തെങ്കിലും വിശേഷിച്ചുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, എനിക്കേ പട്ടിയുടെ വില പോലും അവിടെ തരുന്നില്ല. ആ ദുർഗയുണ്ടല്ലോ, അവരെ ഒരുപാട് പലഹാരങ്ങൾ വാരി കോരുന്നുണ്ടായിരുന്നു. അത് ആർക്ക് കൊടുക്കാനെന്നറിയോ? സ്വന്തം മോൾക്ക് കൊടുക്കാനായിട്ട്. എന്നിട്ട് അവരൊരു ഡയലോഗ് എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തിന്നേക്കാനായിട്ട്. എന്ത്, അവളുടെ ബാക്കി തിന്നാനാണോ എൻ്റെ മോള്? ആ അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അവരോട് പോയി ചോദിക്കണം. എന്നാലേ മോള് വിഷമിക്കാതിരിക്കുക. ഉണ്ണിക്കുട്ടൻ എന്ത് പറയുന്നു? ഉണ്ണിക്കുട്ടനൊക്കെ കണക്ക് തന്നെയാ. പിന്നെ മോള് സങ്കടപ്പെടണ്ട. ഇവിടെ മോളുടെ അമ്മ എന്ന് വരുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവളാണെങ്കിൽ മഹാലക്ഷ്മിയുടെ പുറകിലാണ്. മോള് ഗർഭിണിയാണെന്നുള്ള ചിന്ത പോലും അവൾക്കില്ല. പലഹാരങ്ങൾ ഉണ്ടാക്കി തരണമെന്നും അവൾക്കില്ല. ദേ എന്തൊക്കെ പറഞ്ഞാലും മോൾ അവളുടെ വയറ്റിൽ ജനിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവർക്ക് ആ ബോധമില്ലെങ്കിൽ ഇനി ഉണ്ടാക്കാനായിട്ട് മുത്തശ്ശി പോണ്ട. പിന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ട് ഞാൻ വന്നത്. എന്താ മോളെ? നഷ്ടപരിഹാരം ആര് ചോദിച്ചില്ലെങ്കിലും ഒരാൾ ചോദിക്കും. അച്ഛൻ പുറത്തിറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൈനീട്ടാൻ പോകുന്ന ഒരാളുണ്ടെന്നൊക്കെ പറയുമ്പോൾ, ആരാ? കണ്ണൻ എന്തായാലും വരില്ല. ആ മഞ്ജു ആണോ? മഞ്ജു അല്ല, ഉണ്ണി, എൻ്റെ ഭർത്താവ്. ഉണ്ണിക്കുട്ടനോ? അതെങ്ങനെ ശരിയാവും? അവൻ വരില്ല. അവൻ വരും. എന്നോട് പറഞ്ഞു നഷ്ടപരിഹാരം വേണമെന്ന്, അല്ലെങ്കിൽ കോടതിയിൽ കേസും കൂട്ടായിട്ട് പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ, ചതിയൻ, എന്നെ ചതിച്ചോ? എൻ്റെ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുത്തിട്ടും അവനെന്താ ആർത്തി മാറിയില്ലേ? മോളെ, മോളൊന്ന് വെയിറ്റ് ചെയ്യേ, മുത്തശ്ശി ഈ വേഷം മാറിയിട്ട് വരാം. മോൾക്കൊപ്പം കമലേശ്വരത്തിലേക്ക് മുത്തശ്ശിയും വരുന്നുണ്ട്. എന്തിനാ വരുന്നേ? അല്ല, എനിക്ക് ഉണ്ണിക്കുട്ടനെ ഒന്ന് കാണണം, കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. മോളൊന്ന് വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ റെഡിയാവാനായിട്ട് പോവുകയാണ്. പിന്നീട് ദുർഗയാവട്ടെ അവിടെയൊക്കെ അടിച്ചു വാരി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മുത്തശ്ശിയും കരുണയും കയറി വരുന്നത്. ആ വന്നോ തമ്പുരാട്ടി, എവിടേക്കാടി പോയത്? ഇവിടെയൊക്കെ തൂത്ത് തുടയ്ക്കാനായിട്ട് പറഞ്ഞതല്ലേ ഞാൻ, എന്നിട്ട് നീ ചെയ്തോ? വെറുതെ ഇരുന്ന് തിന്നാമെന്ന് നിന്നെ വിചാരിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ ദുർഗ, അങ്ങനെയൊന്നും പറയല്ലേ, മോൾ എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ. ഓ, നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണോ? അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? അല്ല, നിങ്ങളെന്തിനാ ഇവിടേക്ക് കെട്ടിയെടുത്തിരിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ വരുന്നത് പോലെ നിങ്ങളുടെ മോനുണ്ടല്ലോ, ആ പ്രതാപൻ കൊലയാളി, അവൻ ഈ വീട്ടിലേക്ക് വന്നാലേ അവൻ്റെ മുഖം വെന്തിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞേക്കണം. അയ്യോ ദുർഗെ, വരത്തില്ല. അതിനിപ്പോൾ അവൻ എങ്ങനെ വരാനാ? വന്നു പോവരുത്. ഒരു കാര്യം വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നുണ്ട്. രാജകുമാരിയെ വാഴാമെന്ന് നിങ്ങളുടെ കൊച്ചുമോൾ വിചാരിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ, അല്ല ദുർഗെ, അവൾ പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിച്ചോളും. അല്ല, ആ ഉണ്ണിക്കുട്ടൻ ഇവിടെ ഇല്ലേ? എന്തിനാ നിങ്ങൾ ഉണ്ണിയെ കാണുന്നത്? അല്ല, മോനെ ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ഉണ്ണിയാണെങ്കിൽ വരുന്നുണ്ട്. ഉണ്ണി ഇറങ്ങി വരുന്നത് കണ്ടിട്ട് കരുണയാണെങ്കിൽ ദേഷ്യത്തോടെ നോക്കുന്നു. മുത്തശ്ശിയാണെങ്കിൽ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നോക്കുന്നത്. ഉണ്ണിയുടെ ഭാഗത്ത് നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്.
അപ്പോൾ എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ.